മകളെ കൊലപ്പെടുത്തിയത് അമ്മ തന്നെ. ഈ കേസിൽ അമ്മയ്ക്ക് മാത്രമേ പങ്കുള്ളൂ എന്ന നിഗമനത്തിലാണ് പോലീസ്. മകളെ പുഴയിൽ എറിഞ്ഞത് താൻ തന്നെയാണെന്ന് അമ്മ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. അതിനിടെ സന്ധ്യയ്ക്ക് മാനസിക ബുദ്ധിമുട്ടില്ലായിരുന്നുവെന്ന് അമ്മ അല്ലി പ്രതികരിക്കുകയും ചെയ്തു കഴിഞ്ഞു. സന്ധ്യയെ ഭർത്താവ് സുഭാഷ് തല്ലുമായിരുന്നുവെന്നും അല്ലി പറഞ്ഞിരുന്നു. ഭർത്താവ് തല്ലുമ്പോൾ സന്ധ്യ എടുത്തുചാടി എന്തെങ്കിലും പറയും. പിന്നാലെ അവളെ ഭർത്താവ് കരണത്തടിക്കും. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത കുട്ടി ഉൾപ്പെടെ 2 കുട്ടികളാണ് സന്ധ്യയ്ക്കുള്ളത്. സന്ധ്യ നോർമൽ ആണോ എന്ന് അറിയാൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് സുഭാഷിന്റെ അമ്മയും അയൽക്കാരും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ദേഷ്യം വരുമ്പോൾ സന്ധ്യയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന സംശയം അവർക്കുണ്ടായിരുന്നു. പിന്നാലെയാണ് ഈ സർട്ടിഫിക്കറ്റുമായിട്ടുള്ള ചോദ്യവും. എന്നാൽ ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ വിട്ടോ എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നും ലില്ലി പറയുന്നു. ഇതോടെ സന്ധ്യയ്ക്ക് അമിത ദേഷ്യത്തിന്റെ പ്രശ്നമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചന. അമ്മയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിക്കഴിഞ്ഞു. സന്ധ്യയ്ക്ക് ഇത്തിരി ബുദ്ധിക്കുറവുണ്ടെന്നും അമ്മ അല്ലി പറഞ്ഞു. പഠിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കുമെന്ന് അധ്യാപകരും പറയുമായിരുന്നു. കുട്ടിയെ കാണാനില്ലെന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ തന്നെ കള്ളത്തരമാണെന്ന് മനസ്സിലായിരുന്നു. കുട്ടിയെ എന്തോ അവൾ ചെയ്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അത്തരം എടുത്തുചാട്ടങ്ങളുണ്ട്. എന്നാലും കൊല ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. കല്യാണിയെ കണ്ട് കൊതി മാറിയിട്ടില്ല. സന്ധ്യയുടെ അമ്മ പറഞ്ഞ വാക്കുകളാണിത്. സന്ധ്യയുടെയും സുഭാഷിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷങ്ങളായി. ചോദിച്ചറിയട്ടെ എന്ന് പറഞ്ഞാണ് സന്ധ്യ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. മറ്റക്കുഴി പണിക്കരുപ്പടിയിലെ അംഗനവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടുപോയ 3 വയസ്സുകാരിയുടെ മൃതദേഹം ചൊവ്വാഴ്ച പുലർച്ചെ 2:20ഓടെയാണ് കണ്ടെത്തിയത്. അതിനിടെ മൂത്ത കുട്ടിയെ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാൻ സന്ധ്യ ശ്രമിച്ചിരുന്നതായും ആരോപണമുണ്ട്. അയൽവാസിയാണ് ഈ മൊഴി നൽകിയത്. അതോടൊപ്പം ഭർത്താവും രേഖപ്പെടുത്തിയിരുന്നു ചില കാര്യങ്ങൾ. മൂഴിക്കുളം പാലത്തിന്റെ 3ാമത്തെ കാലിന്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞു കിടക്കുകയായിരുന്നു കുട്ടിയുടെ മൃതദേഹം. തിരച്ചിൽ തുടങ്ങി 3 മണിക്കൂറിനുള്ളിലാണ് കുഞ്ഞിനെ UK സ്കൂബ ടീം മൃതദേഹം കണ്ടെത്തിയത്. വൈകിട്ട് 3:30ഓടെ പണിക്കരുപ്പീടിയിലുള്ള അംഗനവാടിയിൽ നിന്ന് അമ്മ കല്യാണിയെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അമ്മയിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് മൂഴിക്കുളം മേഖലയിൽ കുഞ്ഞിനായി രാത്രി വൈകിയും തിരച്ചിൽ നടത്തുകയായിരുന്നു ചെയ്തത്. അമ്മ കുഞ്ഞുമായി മൂഴിക്കുളത്തിനടുത്ത് ബസ് ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അമ്മ പരസ്പര വിരുദ്ധമായാണ് ആദ്യം പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. മൂഴിക്കുളം പാലത്തിന് സമീപം കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്ന് അവർ പറഞ്ഞു. അഗ്നിരക്ഷാസേനയും പ്രദേശവാസികളും പാലത്തിന് സമീപം പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. കുഞ്ഞിനെയും കൂട്ടി അമ്മ മടങ്ങിയെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ അന്വേഷണം തുടങ്ങിയത്. 7 മണിയോടെ അമ്മ ഓട്ടോറിക്ഷയിൽ കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലേക്ക് എത്തിയെങ്കിലും കൂടെ കുട്ടി ഉണ്ടായിരുന്നില്ല. ചെങ്ങമനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുട്ടിയുടെ അമ്മ ഇപ്പോൾ. അതേസമയം ഭർത്തൃവീട്ടിൽ യുവതിക്ക് പല വിധത്തിലുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. കുഞ്ഞിന്റെ മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്കായിരുന്നു മാറ്റിയത്. മൂഴിക്കുളം മേഖലയിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയും തിരച്ചിൽ നടത്തിയിരുന്നു. ഈ ഭാഗത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നടത്തിയത്. മൂഴിക്കുളം പാലത്തിന്റെ 3ാമത്തെ കാലിന്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞു കിടക്കുകയായിരുന്നു കുട്ടിയുടെ മൃതദേഹം. കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം അമ്മ തനിയെ ഓട്ടോറിക്ഷയിൽ കിഴക്കേ കുറുമശ്ശേരിയിലുള്ള വീട്ടിലേക്ക് പോയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് പുഴയുടെ ഭാഗത്ത് കുട്ടിയെ ഉപേക്ഷിച്ചതായി അമ്മ പറഞ്ഞത്. കുട്ടിയെ കൊലപാതകപ്പെടുത്തിയതിൽ മറ്റാർക്കും പങ്കില്ല എന്നാണ് ഇതുവരെയുള്ള പോലീസിന്റെ നിഗമനം.